ഇന്നൊരു ദിവസം എന്ന് വെച്ചാൽ ഭയങ്കര ഹറിബറി ദിവസമായിരുന്നു. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ഞാനും മക്കളും ഹസ്ബൻഡെല്ലാം കുളിച്ച് അപ്പോൾ അവർ കോഴിക്കോടോട്ട് പണിക്ക് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അവരെ റെയിൽവേ സ്റ്റേഷനാക്കണം. ഇത് വീടിന് തൊട്ടടുത്തുള്ള തോടാണ്. മക്കളെപ്പോഴും അവിടെ വന്നിട്ട് മീനെ പിടിക്കുന്നതാണ്. അപ്പം നമ്മൾ എടക്കാട് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ 1-2 സ്ഥലത്ത് കയറാനുണ്ടായിരുന്നു. 8 മണിക്കാണ് അവർക്ക് ട്രെയിന്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നതുള്ളേ. അപ്പോൾ നമ്മൾ അവരെ അവിടെ ആക്കി, ഹസ്ബൻഡ് അവിടെ ആക്കി. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അച്ഛൻ പോകുന്ന. കുറച്ച് ദിവസം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. പോകുന്നതിന് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. എന്നാലും അവർ അവിടുന്ന് പോയി. റിട്ടേൺ നമ്മളാണ്, ഞാനും ടോട്ടും നന്ദും കൂടിയാണ് റിട്ടേൺ വരുന്നത്. അപ്പോൾ ടോട്ട് പറഞ്ഞു സ്കൂളിലോട്ട് പോകാൻ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും വേണമെന്നേ. ഫ്രൂട്ട്സ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ട, എനിക്ക് ബേക്കറി ഐറ്റംസ് വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ മേടിച്ചു കൊടുത്തില്ല. എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് റിട്ടേൺ വന്നു. പക്ഷേ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ഒന്നും ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ വന്നു. അരി ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസിൻ്റെ അരി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ടൊരു കിണ്ണം കാച്ചി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. അപ്പോൾ മക്കൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. അവർക്ക് ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടാണ് പോകുന്നത് പറഞ്ഞിട്ട് രാവിലെ അവർക്ക് രണ്ടാൾക്കും വേഗം ഫ്രൈഡ് റൈസ് ആക്കി. പെട്ടെന്ന് തന്നെ സ്കൂളിലോട്ടും പോകണമായിരുന്നു. സ്കൂളിലോട്ടല്ല, ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. 9 മണിയാകുമ്പോഴത്തേനും ഡ്യൂട്ടിക്ക് എത്തണം. പെട്ടെന്ന് തന്നെ അവരേന് വേഗം ഒരുക്കുന്നു. ബുധനാഴ്ച ആയത് കാരണം കളറായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് സീരിയലും കണ്ടു. അതിന് ശേഷം ടോട്ടും നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന പലഹാരങ്ങളാണ് നോമ്പ് തുറക്ക് വേണ്ടിയിട്ട്. പോക്ക് ചായ കഞ്ഞിയാണ്. പിന്നെ ഗുഡ് നൈറ്റ്.